ലാസ്റ്റ് വീഡിയോയിൽ ടുലിപ്പ് ഗാർഡൻ കാണാൻ പോയ ശേഷം ഞാനൊന്ന് ഫ്ലോപ്പായ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിട്ടാൽ കൊള്ളത്തില്ലല്ലോ. എങ്കിൽ പിന്നെ ഒറിജിനൽ ടുലിപ്പ് ഗാർഡൻ കാണാൻ പോയിട്ട് തന്നെ കാര്യം. അങ്ങനെ ഫ്രണ്ട്സ് വന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ടുലിപ്പ് ഗാർഡൻ കാണാൻ പോവുകയാണ്. അപ്പോൾ അവർ നമ്മുടെ സെയിം വൈബ് ആയതുകൊണ്ട് നമുക്ക് സംഭവം ഈസി ആയിരുന്നു. നമുക്ക് അവരുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാനും പറ്റി. നമ്മൾ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ലൈഫിലെ ചില സിറ്റുവേഷൻസും അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും നമ്മളെ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന്. അങ്ങനെയാണ് കേട്ടോ എൻ്റെ NHS മാരത്തോണിൻ്റെ കഥയും. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു കിട്ടാതിരുന്നപ്പം എനിക്ക് ആദ്യമൊക്കെ എല്ലാവരെയും പോലെ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വാശിയായി തുടങ്ങി. അങ്ങനെ വിട്ടാൽ കൊള്ളില്ലോ, എന്തായാലും കിട്ടും, എന്തെങ്കിലും ഒരു റോള് കിട്ടിയേ പറ്റൂ എന്നുള്ള വാശിയെ പിന്നെ കിട്ടും എന്ന് ഉറപ്പിച്ചിട്ട് തന്നെ കേട്ടോ പല ഇൻ്റർവ്യൂസും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി എനിക്ക് ജോലി കിട്ടിയത്. അങ്ങനെ തന്നെ ലൈഫിൽ ഓരോ മൊമെൻറ്റ്സും നമ്മൾ വേണമെന്ന് വാശി പിടിച്ച് കഴിഞ്ഞാൽ കിട്ടായികയായിട്ട് ഒന്നുമില്ല. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക, നമ്മളതിൽ വിശ്വസിക്കുക. അതാണ് മെയിൻ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില കാര്യങ്ങൾ നമ്മൾക്ക് ആഗ്രഹിക്കുന്നതിനേക്കാളും വലുതായിരിക്കും, പക്ഷെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. നമുക്ക് ആ പ്രോസസ്സിലും നമ്മൾ നമ്മുടെ 100% കൊടുത്തിട്ട് നമുക്കത് കിട്ടുമെന്ന് ഉറപ്പിച്ചാൽ കിട്ടാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അതേ പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ എന്ത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അത് നടന്നിരിക്കും. അതിൽ നമ്മളൊന്ന് ട്രസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നല്ല ഫോട്ടോസ് എടുക്കണം എന്നുള്ളത്. ഇവിടെ വന്ന ശേഷം അങ്ങനെ പറ്റുമെന്നൊന്നും ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്സ് വന്നതും. അവർ എസ്പെഷ്യലി ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഫ്രണ്ട്സ് നന്നായിട്ട് ഫോട്ടോസ് എടുക്കും. അവർ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സാണ്. അപ്പോൾ അവർ നമുക്ക് ഫോട്ടോസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അവസാനം അവരുടെ ഫോട്ടോസ് എടുക്കാൻ എന്നെപ്പോലുള്ള പ്രൊഫഷണൽ ആൾക്കാർ വേണ്ടി വന്നു. പക്ഷേ അവരുടെ ഫോട്ടോസ് എത്ര നന്നായിട്ടുണ്ടെന്ന് അവർക്ക് മാത്രം അറിയാം. എനിവേ, അങ്ങനെയും നമ്മൾ കുറച്ച് സ്കിൽസും കാര്യങ്ങളൊക്കെ പഠിക്കണം. നാളെ ഫോട്ടോഗ്രാഫിയിലാണെങ്കിലും എൻ്റെ കഴിവ് തെളിയാൻ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.